ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് +2 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 3 മെട്രിസസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മെട്രിക്സ് എന്ന കൺസെപ്റ്റിൻ്റെ ഡെഫിനിഷനും ഓർഡർ ഓഫ് എ മെട്രിക്സും ജനറൽ ഫോം ഓഫ് എ മെട്രിക്സുമാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കൂടുതൽ പ്രോബ്ലംസ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നലെ ചെയ്ത പ്രോബ്ലത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സെക്കൻഡ് പ്രോബ്ലം എന്താണെന്ന് നോക്കാം. സെക്കൻഡ് പ്രോബ്ലം, കൺസ്ട്രക്റ്റ് എ 2x2 മെട്രിക്സ് A is equal to Aij whose elements are given by Aij equal to 2i minus j. So here elements are given by Aij equal to 2i minus j. That means ijth element is 2i minus j. Then solution. കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത് ഒരു 2x2 മെട്രിക്സ് ആണ്. നമ്മൾക്ക് 2x2 മെട്രിക്സിൻ്റെ ജനറൽ ഫോം എന്താണെന്ന് അറിയാം. 2x2 മെട്രിക്സിന് 2 റോസും 2 കോളംസും ഉണ്ടാവും. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? A equal to A11 A12 ഫസ്റ്റ് റോ, സെക്കൻഡ് റോ A21 A22. Then we calculate the values of A11, A12, A21, A22. First A11. A11 equal to I equal to 1, J equal to 1. Therefore equal to 2 into 1 minus 1. 2 into 1, 2 minus 1 equal to 1. Next calculate A12. In the case of A12, I equal to 1, J equal to 2. Therefore 2 into 1 minus 2. 2 into 1 minus 2 equal to 2 minus 2 equal to 0. Next A21. 2 into 2 minus 1. 2 into 2 4. 4 minus 1 equal to 3. Last A22. I equal to 2, J equal to 2. So 2 into 2 minus 2. 2 into 2 4. 4 minus 2 equal to 2. അപ്പോൾ നമുക്ക് A11ഉം A12ഉം A21ഉം A22ഉം കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹെൻസ് A equal to 1 0 3 2. ഇതാണ് A. ഇങ്ങനെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം, ഒരു പ്രോബ്ലം കൂടെ ചെയ്യുക. ബാക്കി നിങ്ങൾ ടെക്സ്റ്റിലുള്ളത് നോക്കിയിട്ട് ഹോംവർക്കായിട്ട് ചെയ്യണം. തേർഡ് വൺ, കൺസ്ട്രക്ട് എ 2x3 മെട്രിക്സ് A equal to Aij whose elements are given by Aij equal to I plus j whole square by 2. അപ്പോൾ ഇവിടെ 2x3 മെട്രിക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. 2x3 മെട്രിക്സിൽ 2 റോസും 3 കോളംസും ഉണ്ടാവും. അപ്പോൾ അതിന് എങ്ങനെ എഴുതാം? 2 റോസ് 3 കോളംസ്. ഫസ്റ്റ് റോ എല്ലാം A1 1 1 2 1 3 2 1 2 2 2 3. ഇനി നമ്മൾ ഈ 6 എലമെൻസിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. ഫസ്റ്റ് A11 I1 Jയും 1. അപ്പോൾ 1 plus 1 whole square by 2. 1 plus 1 is 2. 2 square 4. 4 by 2 equal to 2. Next A12. 1 plus 2 whole square by 2. 1 plus 2 is 3.
3 square by 2, 9 by 2. Next A13, 1 plus 3 whole square by 2, that is 1 plus 3 is 4, 4 square 16, 16 by 2 equal to 8. Next A21, 2 plus 1 whole square by 2, 2 plus 1 is 3, 3 square 9, 9 by 2. Next A22, 2 plus 2 whole square by 2, 2 plus 2 is 4, 4 square is 16, 16 by 2 equal to 8. Last A23, A23 equal to 2 plus 3 whole square by 2, it is 25 by 2. അപ്പോൾ A11 എല്ലാ എലമെൻസും കിട്ടി. ഹെൻസ് A ഈക്വൽ ടു എല്ലാ വാല്യൂസും എഴുതുക. 2, 9 by 2, 8, 9 by 2, 8, 25 by 2. അപ്പോൾ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 മാർക്കിനോളം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് വൃത്തിയിൽ ബാക്കിയുള്ള എക്സസൈസുകളെല്ലാം പഠിക്കാം. നെക്സ്റ്റ് എ പ്രോബ്ലം. If a matrix has 8 elements, what are the possible orders it can have? നമ്മളിപ്പോൾ ഇതിൻ്റെ ഓർഡർ 2/3 ആണ്. അപ്പോൾ ആ ഒരു റിലേഷൻ വെച്ചിട്ട് 8 എലമെൻറ്റ്സ്, ഇതിലെത്ര എലമെൻറ്റ്സ് ഉള്ളത്? 9 എലമെൻറ്റ്സ് അല്ലേ? 9 എലമെൻറ്റ്സ് ആകുമ്പോൾ 9 അല്ല 6 എലമെൻറ്റ്, 1, 2, 3, 4, 5, 6 എലമെൻറ്റ്സ്. 6 എലമെൻറ്റ്സ് ആയതുകൊണ്ട് നമ്മൾ 2/3, 2 × 3 6 അല്ലേ? അപ്പോൾ ആ ഒരു റിലേഷൻ വെച്ചിട്ട് 8 എലമെൻറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ ഓർഡേഴ്സ് ഏതൊക്കെയാകാമെന്ന്. അപ്പോൾ എ മെട്രിക്സ് ഈസ് ഓഫ് ഓർഡർ m/n, ഇറ്റ് ഹാസ് mn എലമെൻറ്റ്സ്. അത് നമുക്കറിയാം. ഇപ്പോൾ ഇതിൻ്റെത് 2/3 ആണ്, അതുകൊണ്ട് 6 എലമെൻറ്റ്സ്. അപ്പോൾ 8 എലമെൻറ്റ്സ് ഉള്ള ഒരു മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പ്രോഡക്റ്റ് 8 ആകുന്ന എല്ലാ പെയേഴ്സും കണ്ടുപിടിച്ചാൽ മതി. പ്രോഡക്റ്റ് 8 ആവുന്ന പ്രോഡക്റ്റ് 8, 1 × 8, 2 × 4, 1 × 8, 1 കഴിഞ്ഞാൽ പിന്നെ 2 നോക്കാം. 2 × 4, 3 × ഒരു നമ്പറും ആകില്ല, 4 × 2 ആണ്, 5 ഇല്ല, പിന്നെ ലാസ്റ്റ് 8 × 1. അപ്പോൾ പ്രോഡക്റ്റ് 8 ആകുന്ന എല്ലാ പെയേഴ്സും നോക്കിയാൽ മതി. അപ്പോൾ പെയേഴ്സ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഓർഡേഴ്സ് എഴുതാം. 1 8 ആണെങ്കിൽ 1/8, 8/1, 4/2, 2/4. അപ്പോൾ പ്രോഡക്റ്റ് 8 കിട്ടുന്ന പെയേഴ്സ് ഇതേ രീതിയിൽ എഴുതിയാൽ നമുക്ക് പോസിബിൾ ഓർഡേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a matrix has 24 elements, what are the possible orders it can have? 24 elements ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർഡേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ പ്രോഡക്റ്റ് 24 കിട്ടുന്ന എല്ലാ പെയേഴ്സ് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് 1 × മുതൽ സ്റ്റാർട്ട് ചെയ്യാം. 1 × 24, 2 × 12, 3 × 8, 4 × 6, 5 ആവില്ല, 6 × 4, 7 × ഒരു നമ്പറും 24 ആകുന്നില്ല, 8 × 3, 9 × ആകുന്നില്ല, 10 ആകുന്നില്ല, 11 ആകുന്നില്ല, പിന്നെ 12 × 2, 12 കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, പിന്നെ 24 × 1. ഇതാണ് ഇതിൻ്റെ പോസിബിൾ ഓർഡേഴ്സ്. ഇനി 13 എലമെൻറ്റ്സ് ഉണ്ടെങ്കിലോ? 13 1 × 13 ആകും, 2ഓ 3ഓ 4ഓ ഒന്നും ആകില്ല, പിന്നെ ഏതേ ആകുമല്ലോ? 13 ആകുമല്ലോ. അപ്പോൾ 1 × 13ഉം പിന്നെ 13 × 1ഉം പ്രൈം നമ്പറിൻ്റെ ഒക്കെ അത്രയും ഉണ്ടാകുമല്ലോ. ഇപ്പോൾ അനദർ എക്സാമ്പിൾ 11, 1 × 11ഉം 11 × 1 ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ പ്രോഡക്റ്റ് ആ നമ്പർ കിട്ടുന്ന എല്ലാ പെയേഴ്സും എഴുതിയാൽ നമുക്ക് പോസിബിൾ ഓർഡേഴ്സ് കിട്ടും. Consider another question. A = 304 √508 027.
കൺസിഡർ ദിസ് മെട്രിക്സ്. ഫൈൻഡ് ദ ഓർഡർ ഓഫ് ദ എബോവ് മെട്രിക്സ്. ഈ മെട്രിക്സിൻ്റെ ഓർഡർ 1 2 3 3 റോസ് 3 കോളംസ്. therefore order equal to 3/3. next write A11 A22 A13 A11 ഇതല്ലേ 11 പൊസിഷൻ. A11 equal to 3. A22 2 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 2 ഇവിടെ. അപ്പോൾ ഈ പൊസിഷനാണ് A22. സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും. അപ്പോൾ ഇതാണ് A22 equal to 0. A13 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയും തേർഡ് കോളവും. ഫസ്റ്റ് റോയിലെ തേർഡ് എലമെന്റ് ദാറ്റ് ഈസ് 4. അപ്പോൾ ഇത്രയാണ് ഇതുള്ളത്. ഇത് മൊത്തം ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് നോട്ടിലേക്ക് എഴുതിയിരിക്കണം. Types of matrices. There are different types of matrices. First one, column matrix. A matrix is said to be a column matrix if it has only one column. For example, A equal to matrix 3 7 9 is a column matrix of order 3/1. അതായത് ഒരു കോളം മാത്രമുള്ള മെട്രിക്സിനെയാണ് കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ എ എന്ന് പറഞ്ഞ മെട്രിക്സിന് ഒരു കോളം മാത്രമേ ഉള്ളൂ. റോസ് ആണെങ്കിൽ 3 റോസ് ഉണ്ട്. അപ്പോൾ മെട്രിക്സ് 3 7 എന്ന് മാത്രം പറഞ്ഞാലും അതിന് ഒരു കോളമേ ഉള്ളൂ, പക്ഷെ 2 റോസ് ഉണ്ട്. അതിൻ്റെ ഓർഡർ 2/1 ആണ്. അപ്പോൾ ഇൻ ജനറൽ ആയിട്ട് പറഞ്ഞാൽ എ കോളം മെട്രിക്സ് ഈസ് ഓഫ് ഓർഡർ m/1 ഇഫ് ഇറ്റ് ഹാസ് m റോസ്. അതായത് 5 റോസ് ഉണ്ടെങ്കിൽ 5/1 ആയിരിക്കും. അപ്പോൾ എന്തായാലും കോളത്തിൻ്റെ എണ്ണം 1 ആയതുകൊണ്ട് /1 ആയിരിക്കും. ചേഞ്ച് എമ്മിന് മാത്രമേ ഉണ്ടാവുള്ളൂ. എം പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ആണ്. അതായത് എത്ര റോസ് ഉണ്ടോ ദാറ്റ് /1 ആയിരിക്കും. നെക്സ്റ്റ് മെട്രിക്സ് റോ മെട്രിക്സ്. എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ റോ മെട്രിക്സ് if it has only one row. For example, A equal to matrix √5 0 7 is a row matrix of order 1/3. അതായത് ഈ മെട്രിക്സിന് ഒരു റോ മാത്രമേ ഉള്ളൂ, കോളം 3 എണ്ണമുണ്ട്. അപ്പോൾ ഒരു റോ മാത്രമുള്ള മെട്രിക്സിനെയാണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇൻ ജനറൽ ആയിട്ട് പറഞ്ഞാൽ എ റോ മെട്രിക്സ് ഈസ് ഓഫ് ഓർഡർ 1/n ഇഫ് ഇറ്റ് ഹാസ് n കോളംസ്. അപ്പോൾ റോയുടെ എണ്ണം 1 ആയതുകൊണ്ട് 1/ നമ്പർ ഓഫ് കോളംസ് ഇതായിരിക്കും അതിൻ്റെ ഓർഡർ. നെക്സ്റ്റ് മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ്. Then matrix is a rectangular arrangement. Then what is the condition that a rectangular becomes a square? Length equal to breadth. അതേ രീതിയിൽ തന്നെയാണ് ഒരു മെട്രിക്സ് in which number of rows are equal to number of columns. Then that matrix is said to be a square matrix. റോസിൻ്റെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും സെയിം ആകുമ്പോൾ റെക്റ്റാങ്കിൾ ഒരു സ്ക്വയർ ആയിട്ട് മാറും. അതുകൊണ്ട് ആ മെട്രിക്സിനെ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നു. എക്സാമ്പിൾ A equal to matrix √2 0 -1 4 3 9 1 3 -7. എ എന്ന് പറഞ്ഞ മെട്രിക്സിന്
3 റോസ് ഉണ്ട്, 3 കോളംസ് ഉണ്ട്. അപ്പോൾ ഒരു m/n മെട്രിക്സ് is said to be a square matrix if m equal to n. Here m equal to 3 and n equal to 3. അപ്പോൾ m equal to n ആയതുകൊണ്ട് അതിൻ്റെ ഓർഡർ m/m എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ കേസിൽ നമ്മൾ ഓർഡർ 3 എന്ന് മാത്രമേ പറയുള്ളൂ. 3 എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ റോയും കോളവും 3 ആണെന്ന് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. അതുകൊണ്ട് ഒരു സ്ക്വയർ മെട്രിക്സിന് 4 റോസ് ഉണ്ടെങ്കിൽ ദാറ്റ് സ്ക്വയർ മെട്രിക്സ് ഈസ് ഓഫ് ഓർഡർ 4 എന്നാണ് പറയുക. നെക്സ്റ്റ് diagonal matrix. A square matrix is said to be a diagonal matrix if all its non-diagonal elements are zeros. That means a diagonal matrix ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. ഒരു സ്ക്വയർ മെട്രിക്സിൽ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം നോൺ സീറോ എലമെൻറ്റ്സ്, ബാക്കിയൊക്കെ സീറോസ് ആയിരിക്കും. That is aij equal to 0 if I not equal to j. That is a11 എക്സാമ്പിൾ നോക്കാം. a equal to, അതായത് ഈ മെട്രിക്സിൻ്റെ ഡയഗണൽ ഇതാണ്, ഇതിലൂടെ വരക്കുന്ന ലൈനെയാണ് ഡയഗണൽ എന്ന് പറയുക. അപ്പോൾ ഡയഗണലിൽ മാത്രം സീറോ അല്ലാത്ത എലമെൻറ്റ്സ്, റിമൈനിങ് പൊസിഷൻസ് കംപ്ലീറ്റ് സീറോ ആണെങ്കിൽ അതിനെയാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുക. അപ്പോൾ ഇതിൽ സീറോ അല്ലാത്ത എലമെൻറ്റ്സ് a11, a22, a33 ആണ്. അതാണ് ഇവിടെ പറഞ്ഞത് aij ഈക്വൽ ടു 0 ഇഫ് I നോട്ട് ഈക്വൽ ടു j. ഐയും ജെയും ഈക്വൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് സീറോ ആയിരിക്കും. അത് ഐയും ജെയും ഈക്വൽ ആകുന്നത് a11, a22, a33യിലാണ്. ഇതാണ് ഡയഗണൽ മെട്രിക്സ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ അത് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. സ്ക്വയർ മെട്രിക്സിന് മാത്രമേ നമുക്ക് ഡയഗണൽ ഇങ്ങനെ വരക്കാൻ കഴിയുള്ളൂ. ബാക്കി ഇവിടെയാണെങ്കിൽ നമുക്ക് ഡയഗണൽ ഇങ്ങനെയല്ലേ വരക്കാൻ കഴിയൂ. അതുകൊണ്ട് ഒരു സ്ക്വയർ മെട്രിക്സിൽ സീറോ അല്ലാത്ത എലമെൻറ്റ്സ് ഡയഗണലിൽ മാത്രമാണെങ്കിൽ അതിനെയാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്കേലാർ മെട്രിക്സ്. അപ്പോൾ ഒരു ഡയഗണൽ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി എ സ്കേലാർ മെട്രിക്സ് ഇഫ് ഇറ്റ്സ് ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഈക്വൽ. അപ്പോൾ ഡയഗണൽ മെട്രിക്സിൽ ഡയഗണൽ എലമെൻറ്റ്സ് സെയിം ആണെങ്കിൽ, അപ്പോൾ ഡയഗണലിൽ മാത്രം സീറോ അല്ലാത്ത എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഡയഗണൽ മെട്രിക്സ്, ആ സീറോ അല്ലാത്ത എലമെൻറ്റ്സ് എല്ലാം സെയിം ആണെങ്കിൽ അതിനെയാണ് സ്കേലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള പൊസിഷൻസ് ഒക്കെ സീറോ ആയിരിക്കും, പക്ഷേ സീറോ അല്ലാത്ത എലമെൻറ്റ്സ് ഡയഗണലിലാണ് ഉണ്ടാകുക. ആ എലമെൻറ്റ് സെയിം എലമെൻറ്റ്സ് ആണെങ്കിൽ നമുക്കതിനെ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയാം. സീറോ മെട്രിക്സ്. ആ സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞ പേരിൽ നിന്ന് തന്നെ അതെന്താണെന്ന് മനസ്സിലാക്കാം. സീറോ മെട്രിക്സ് ഈസ് എ മെട്രിക്സ് ഇൻ വിച്ച് all elements are zeros. All elements, for example a equal to 0 0 0 0, ഇവിടെയാണെങ്കിൽ ഇതൊക്കെ ഫുൾ സീറോ ആയിരിക്കും. 0 0 0 0 0 0 0 0 0. അപ്പോൾ അതിലെ എലമെൻറ്റ്സ് കംപ്ലീറ്റ് സീറോ ആണെങ്കിൽ ആ മെട്രിക്സിനെയാണ് സീറോ മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെട്രിക്സ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെട്രിക്സ് ആണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് എലമെൻറ്റ്സ് ഇൻ ദ ഡയഗണൽ ആർ ഓൾ 1 ആൻഡ് റെസ്റ്റ് ആർ ഓൾ 0 ഈസ് കോൾഡ് എൻ ഐഡൻറ്റിറ്റി മെട്രിക്സ്. അതായത് ഡയഗണലിലെ എലമെൻറ്റ്സ് ഒക്കെ 1 ആയിരിക്കും, ബാക്കി എല്ലാ പൊസിഷനിലും സീറോസ് ആയിരിക്കും. We denote the identity matrix of order n by in. നമുക്ക് I1 എന്താണെന്ന് നോക്കാം. I1 ഈക്വൽ ടു മെട്രിക്സ് 1. ഡയഗണലിൽ 1 മാത്രമേ ഉള്ളൂ, അതിപ്പോൾ 1. ഇനി I2 എന്താണെന്ന് നോക്കാം.
ഇതാണ് I2ന്റെ ഡയഗണൽ. ഡയഗണലിൽ 1, ബാക്കിയുള്ള പൊസിഷൻസ് ഒക്കെ 0. I3ന്റെ ഡയഗണൽ ഇതാണ്. ഈ ഡയഗണലിൽ 1 ആണ്, ബാക്കി പൊസിഷനിലൊക്കെ 0. അപ്പോൾ ഡയഗണൽ എലമെന്റ് 1 ആയിരിക്കണം, ബാക്കി പൊസിഷൻസ് ഒക്കെ 0. ഈ I1ഉം I2ഉം I3യും നല്ല വൃത്തി പഠിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.